ഇത് മൂവാണ്ടൻ മാവാണ്. നാടൻ നൊസ്റ്റാൾജിക് മാങ്ങ. നാട്ടുമാങ്ങയിൽ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പലരും ചോദിച്ചിരുന്നു ഹെവി പ്ലാന്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പം മാങ്ങകളൊക്കെ കഴിഞ്ഞു. മാങ്ങ ഏകദേശം അത്യാവശ്യം നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പൂവിട്ടുങ്ങാണ്ടിരിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ മാങ്ങകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് എന്നല്ലാണ്ട് മാങ്ങകളൊക്കെ കൊഴിഞ്ഞു. പക്ഷേ ഇതൊരു വർഷത്തിൽ 2-3 പ്രാവശ്യം പൂക്കുന്ന തൈയാണ്. ഒരു മാങ്ങ ഇവിടെ വീഴാതെ കിട്ടിയിട്ടുണ്ട് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അത്യാവശ്യം കണ്ണിമാങ്ങകളൊക്കെ ആയി വരുന്നുണ്ട്. ഇതൊക്കെ കണ്ണിമാങ്ങകൾ ഇതെല്ലാം കൊഴിഞ്ഞു പോകും യാത്രയിൽ. ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ മാങ്ങയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഹെവി പ്ലാന്റുകൾ ഇതൊന്നും ചെറിയ പ്ലാന്റുകളല്ല. താല്പര്യമുള്ളവർക്ക് നൊസ്റ്റാൾജിക് മാങ്ങയാണ്. ഇടയ്ക്കിടയ്ക്ക് മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാവാണ്. അപ്പോൾ എൻ്റെ തന്നെ ഗാർഡനിൽ വെച്ച താഴ്ത്ത് വെച്ചൊരു മാവാണ് ഈ കാണുന്നത്. മൂവാണ്ടൻ്റെ കട്ട് ചെയ്ത് നിർത്തിയതാണ്. ഇപ്പോഴും മാങ്ങ ഉണ്ടാകുന്നൊരു മാവാണ് മൂവാണ്ടൻ വൈറ്റ് എന്ന് പറയും. ഇതിൻ്റെ കരിമൂവാണ്ടൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു മൂവാണ്ടനുണ്ട്. ഇത് വൈറ്റ് മൂവാണ്ടനാണ്. അപ്പോൾ നാടൻ മാവുകൾക്ക് ഞാൻ കൂടുതൽ റെഫർ ചെയ്യുന്ന ഒരു മാങ്ങയാണ് ഈ മൂവാണ്ടൻ മാങ്ങ. കറിയിലിടാനും ചിലർക്കൊക്കെ പഴുപ്പിച്ചാലും ഇഷ്ടപ്പെടുന്നൊരു മാങ്ങയാണ്. നിറയെ കാഴ്ച നിൽക്കുന്നത്. ഇതിവിടെ ഒരു വലിയൊരു കൊമ്പ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ബ്രാഞ്ച് നമ്മളെ വഴി തടസ്സം നിന്നു. അതിൻ്റെയൊക്കെ ഈ ഹെവി പ്ലാന്റുകൾ കരസ്ഥമാക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.